ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഉറഞ്ഞു തുള്ളുന്ന രേവതിയാണ്. നിങ്ങൾ എന്തിനാ മനുഷ്യ നാട്ടുകാരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഞാൻ വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നവളാണ്, ഞാൻ അഹങ്കാരിയാണ് എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നീ അഹങ്കാരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നീ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് രേവതി നീ ഇവിടെ കിടന്ന് ആടാറുണ്ടല്ലോ, അതുകൊണ്ടാ. അപ്പം ഞാൻ ആട്ടക്കാരിയാണല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചിട്ട് സച്ചേട്ടനോട്, സച്ചേട്ടൻ വലിയ പ്രശ്നക്കാരനാണെന്ന് പത്ത് കാശ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ പൂ വയ്ക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കാം. സച്ചേട്ടന് അതിഷ്ടപ്പെടുമോ? അതിനിപ്പോൾ എന്താ കുഴപ്പം? നിനക്ക് പൈസ ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ നീ എന്നെ എങ്ങനെ പറഞ്ഞാലും അത് എനിക്കിഷ്ടപ്പെടും. കാരണം നിനക്ക് എന്നെ കൊണ്ട് 10 പൈസ കൂടുതൽ കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. രേവതി, അത് തന്നെ ഞാനും പറയുന്നത്. ഈ ആൾക്കാരെ വണ്ടിയിൽ കയറുമ്പം എൻ്റെ പാസഞ്ചേഴ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് ട്രിക്കുകളൊക്കെ വിടും. അത് വെറുതെയാണ്. സച്ചി ആരാണെന്നും രേവതി ആരാണെന്നും നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ലേ. പിന്നെ ഓട്ടം വിളിക്കുമ്പോഴത്തേക്കും വണ്ടിക്കകത്തിരിക്കുന്ന ആൾക്കാരെ കുറച്ച് രസിച്ച് പോകുന്നത് കൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? പിറ്റേ പ്രാവശ്യവും അവർ നമ്മളെ തന്നെ ഓട്ടം വിളിക്കും. ഈ പരിസരത്തുള്ള എല്ലാവരും എന്നെ അല്ലാതെ വേറെ ആരെ ഓട്ടം വിളിക്കാറില്ലെന്ന് നിനക്കറിയില്ല രേവതി. അതിൻ്റെ ട്രിക്കേ ഇതാണ് അതിൻ്റെ ട്രിക്ക്. അതിൻ്റെ ട്രിക്ക് ഇനി വേണ്ട. ഇതുപോലത്തെ ട്രിക്കുമായിട്ട് വന്നാണ്ടല്ലോ, ഇനി ഞാൻ ആട്ടക്കാരിയാന്ന് പറഞ്ഞാണ്ടല്ലോ, ഇനി പറയില്ല. ഇനി പറയാതിരുന്നാ പോരെ. ദൈവമേ, ഞാൻ ഇനി പറയത്തേ ഇല്ല. രേവതി ആട്ടക്കാരിയേ അല്ല, സമാധാനപ്രിയ സമാധാനപ്രിയ സമാധാനപ്രിയ, ഇങ്ങനെ ഞാൻ പറഞ്ഞോളാം. സമാധാനപ്രിയ. സച്ചേട്ടൻ മാറി അങ്ങോട്ട് നിൽക്കുക. അതേ, ഞാൻ ഇങ്ങനെ ഓട്ടം വിളിക്കുമ്പോഴത്തേക്കും നിന്നെക്കുറിച്ച് പറയുകയും ചെയ്യും, ഇടയ്ക്ക് എന്ത് ചെയ്യും, ഹലുവ മേടിച്ചുകൊണ്ട് വരികയും ചെയ്യും. ഇങ്ങനെ പറയും, പ്രശ്നം ഉണ്ടാക്കും, എൻ്റെ രേവതിക്ക് ബാധ കയറും. അപ്പം ഞാൻ ഹലുവ കൊണ്ടുവരും. ഐസ് വെക്കാനാണല്ലേ ഹലുവ കൊണ്ടുവന്നിരിക്കുന്നത്? ഐസ് വെക്കാനൊന്നും അല്ല, ഇത് ഞാൻ രേവതിക്ക് തരാൻ കൊണ്ടുവന്നത് തന്നെയാണ്. സച്ചേട്ടാ മാറിപ്പോക്കെ, എനിക്ക് വേണ്ട. ഈ ജന്മത്തിൽ ഞാൻ സച്ചേട്ടൻ പറയുന്ന ഒരു കോമഡിയും കേട്ട് ചിരിക്കാൻ പോകുന്നില്ല. ഒരു മാസത്തിന് ഞാൻ ചിരിക്കാൻ പോകുന്നില്ല. ആണോ? ഒരു മാസത്തിന് നീ ചിരിക്കില്ല? അയ്യോ, അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ കുറേ കോമഡി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇനി ആരോട് പറയും? ആരോടെങ്കിലും പറ. വണ്ടി കയറുന്നുണ്ടല്ലോ, അവരോട് കോമഡി അല്ലല്ലോ പറയുന്നത്, ഭാര്യയെക്കുറിച്ചുള്ള കുറ്റല്ലേ. അയ്യോ രേവതി, നീ ഒന്ന് മനസ്സിലാക്കുക. ഭാര്യയെക്കുറിച്ചുള്ള കുറ്റമൊന്നും അല്ലത് ഞാൻ പറയുന്നത്. നീ ആ ഒരു രീതിയിൽ കണ്ടാൽ മാത്രം മതിയെന്നേ, പ്രശ്നം തീർന്നില്ലേ? വന്നേ രേവതി, ഹലുവ, മാറിപ്പോവാനാ പറഞ്ഞത്. സച്ചിയോട് മാറിപ്പോവാൻ എനിക്ക് പറയാൻ തോന്നുന്നുണ്ടല്ലോ. പാവം സച്ചി കഷ്ടപ്പെട്ട് ഐസ് വെക്കാനാണെങ്കിൽ ഐസ് വെക്കാൻ ഹലുവ കൊണ്ടുവന്നതല്ലേ. അപ്പം നമ്മുടെ രേവതി ചിരിച്ചു കേട്ടോ. രേവതി ചിരിച്ചപ്പോഴത്തേക്കും ചിരിച്ചു. രേവതി, നീയല്ലേ പറഞ്ഞത് ഒരു മാസം കഴിഞ്ഞേ നീ ചിരിക്കത്തുള്ളെന്ന്. ഇപ്പം നീ ചിരിച്ചില്ലേ? ചിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇനി മേലാൽ എന്നെക്കുറിച്ച് ആരോടും പോയി പറയില്ലെന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്തേ. അയ്യോ രേവതിയാണേ സത്യം, എൻ്റെ ഭാര്യയാണേ സത്യം. ഞാൻ ആരോടും ഇനി നിന്നെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല രേവതി. ഇത് നീ കഴിക്കുക. എങ്കിലേ ഞാൻ കഴിക്കാം. ആദ്യം താ എന്ന് പറഞ്ഞ് രേവതി ആ ഹൽവ മേടിക്കുകയാണ്. ആ ഹൽവ മേടിച്ച് രേവതി കഴിക്കുകയാണ്. സച്ചിക്കും രേവതിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ഏതായാലും രേവതിയുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഒക്കെ സച്ചി ആസ്വദിക്കുന്നുണ്ട്. അത് ശരിയായ കാര്യം തന്നെയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ ഹൽവയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രുതിനെ കാണിക്കുക. ശ്രുതിക്കാണെങ്കിൽ ടെൻഷൻ. ഈ കള്ളം ചെയ്യുന്നവർക്കാണല്ലോ ടെൻഷൻ കൂടുതൽ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടെൻഷൻ. നമ്മുടെ ശ്രുതി ആണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് പണ്ടാരം അടങ്ങിയിട്ട് നിൽക്കുകയാണ്. ഇനി എന്ത് പറയും ശ്രുതിയോട് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയണമല്ലോ. മീരയുടെ അടുത്തല്ല നമ്മുടെ ശ്രുതി എന്ന് മീര കടയിൽ വന്നപ്പം ശ്രുതിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ആകെപ്പാടെ കൺഫ്യൂഷനില്ല. അങ്ങനെ തിരിച്ച് കടയിലെത്തിയ നമ്മുടെ ശ്രുതി എന്ത് നുണ പറയും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ശ്രുതിയാണെങ്കിൽ ദേഷ്യം വന്നിട്ടിരിക്കുക. ശ്രുതിക്ക് മനസ്സിലായി നമ്മുടെ ശ്രുതി നുണ പറയുന്നതാണ്, മീര കൂടത്തിലില്ല എന്ന്. അപ്പം എന്തുകൊണ്ടായിരിക്കും നുണ പറയുക എന്നൊന്നും ശ്രുതിക്ക് അറിയത്തുമില്ല. ശ്രുതി ഒരു പൊട്ടനാ, പിന്നെ ശ്രുതി എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ. നമ്മുടെ ശ്രുതി ഇപ്പം എന്ത് പച്ചക്കള്ളം എന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന നമ്മുടെ ശ്രുതി. അപ്പം അതുകൊണ്ട് എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും.
അങ്ങനെ അടുത്ത അടവുമായിട്ടാണ് നമ്മുടെ ശ്രുതി വന്നിരിക്കുന്നത്. അങ്ങനെ ശ്രുതി വരികയാണ്. ശ്രുതി സോറി കേട്ടോ, നമ്മുടെ ശ്രുതിയും കൂടെ വീട്ടിലാണ് കേട്ടോ. ചന്ദ്രോദയത്തിൽ നിന്ന് സംസാരിക്കുന്ന സീനുകളാണ്. അങ്ങനെ ചന്ദ്രോദയത്താണ് നമ്മുടെ ശ്രുതിയും ഉള്ളത്. അങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയോട് ചോദിച്ചു, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? വരേണ്ട ഒരു കാര്യമില്ലായിരുന്നല്ലോ എന്ന്. അത് പിന്നെ ശ്രുതി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, നീ പറയുന്നത് എന്താ ഞാൻ കേൾക്കേണ്ടത്? അത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അല്ല, നീ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ? എങ്കിലൊക്കെ, നീ പറയുന്നത് ഞാൻ കേൾക്കാം. നീ കള്ളത്തരം ഒന്നും കാണിച്ചിട്ടില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ഗൗരവത്തോടു കൂടി ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, എൻ്റെ പൊന്നു ശ്രുതി, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ് എന്ന് പറഞ്ഞ് വാതിൽ അങ്ങോട്ട് അടച്ചു. അപ്പോഴും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം തന്നെയാണ് കേട്ടോ ശ്രുതിയോട്. അങ്ങനെ ശ്രുതി കയ്യിലുണ്ടായിരുന്ന ആ ഒരു കവറിൽ നിന്ന് ഒരു രുദ്രാക്ഷമാല എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ മുമ്പിലേക്ക് അങ്ങ് വെച്ച് നീട്ടി. ശ്രുതി നോക്കിയപ്പോഴത്തേക്കും ഒരു രുദ്രാക്ഷമാല. അപ്പം നമ്മുടെ ശ്രുതി ചോദിച്ചു, ഇതെന്താ ശ്രുതി? അതെ, ഇതിനു വേണ്ടിയാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ അവിടം വരെ പോയത്. ദേ ശ്രുതിക്ക് അറിയാമോ, ശ്രുതിക്ക് വേണ്ടിയാ ഞാൻ ഇത് കൊണ്ടുവന്നത്. ശ്രുതിയുടെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് സഹിക്കാൻ പറ്റത്തില്ലാഞ്ഞിട്ട്, ശ്രുതിയുടെ വിഷമവും അതൊക്കെ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുമോ ശ്രുതി? മാത്രമല്ല, ഇത് മേടിക്കാനാണ് ഞാൻ പോയതെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇത് സർപ്രൈസ് ആയിട്ട് തന്നെ കൊണ്ട് തരണമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ വെറുതെ നുണ പറഞ്ഞ് മീരയുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞത്. ഇത് സർപ്രൈസ് ആയിട്ട് തരാൻ വേണ്ടി തന്നെയാണ്. ശ്രുതിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാനും നമ്മുടെ ബിസിനസ്സെ നല്ല രീതിയിൽ വർദ്ധിക്കാനും ഒക്കെ ഈ ഒരു രുദ്രാക്ഷമാല കാരണം സാധിക്കും. ദേ, വലിയൊരു സ്വാമിയാ, വൈകുണ്ഠസ്വാമി എന്നങ്ങാണ്ട പേര്. ആ സ്വാമിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ രുദ്രാക്ഷമാല മേടിച്ചിരിക്കുന്നത്. ഇതിന് എത്ര രൂപയാവുമെന്നറിയാമോ? 19,000 രൂപയ്ക്ക് മേലെയായി. 50,000 രൂപയ്ക്ക് മേലെയോ? അതേന്നെ, അത്രയും ക്യാഷായി ഇതിന്. ക്യാഷൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല ശ്രുതി, അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ശരിയാക്കി എടുക്കാം. പക്ഷേ എൻ്റെ ശ്രുതിയുടെ ജീവനും എൻ്റെ ശ്രുതിയുടെ ജീവിതവുമല്ലേ എനിക്ക് വലുത്. അപ്പം പിന്നെ ശ്രുതി ഇങ്ങനെ ആത്മവിശ്വാസം ഇല്ലാതെ പേടിച്ച് വിറച്ച് ഓരോ ദിവസം എണ്ണി കഴിയുന്നത് കാണുമ്പോഴേ എനിക്ക് പറ്റണില്ല, എന്നെക്കൊണ്ട് സാധിക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രുദ്രാക്ഷമാല ശ്രുതിക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നത്. ഇത് എന്ന് വിട്ട് അവർ പറയുന്ന ഒരു മന്ത്രം ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഐശ്വര്യവും സമ്പത്തും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും. നമ്മൾ ഇനിയും ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങും. അത് ഉറപ്പുള്ള കാര്യമാണ്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാ. ഈ രുദ്രാക്ഷം ഇട്ടവരൊക്കെ നന്നായിട്ടേ ഉള്ളൂ. ഈ രുദ്രാക്ഷം ഇട്ടവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ശ്രുതി, ഇത് കഴുതയിലേക്ക് അങ്ങ് ഇട്ടെ. പൊട്ടൻ, അതങ്ങ് വിശ്വസിക്കാണ് കേട്ടോ. എന്ത് ചെയ്യാനാണ്? ഇതുപോലെ ഒരു പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടനായിപ്പോയി. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അപ്പം ഇത് രുദ്രാക്ഷം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാവും അല്ലേ? അയ്യോ എൻ്റെ പൊന്നു ശ്രുതി, ഞാൻ നിന്നെ അവിശ്വസിച്ചല്ലോ. അതോർത്തിട്ട് എനിക്ക് സങ്കടം തോന്നുക. അതൊന്നും സാരമില്ല ശ്രുതി എന്നെ അവിശ്വസിച്ചത് വേറൊന്നും കൊണ്ടും അല്ലല്ലോ. ഞാൻ കള്ളം പറഞ്ഞിട്ട് തന്നെയല്ലേ. ഞാൻ കള്ളം പറഞ്ഞാൽ ഞാൻ കള്ളം പറഞ്ഞെന്ന് പറയും, അല്ലാതെ ശ്രുതിയെ പറ്റിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഒരു കള്ളവും ശ്രുതിയോട് പറയില്ല ശ്രുതി, അത് ഉറപ്പായ കാര്യം തന്നെയാണ്. കള്ളം പറയുന്നത് എനിക്കും ഇഷ്ടമല്ല ശ്രുതി. എന്തെങ്കിലും കള്ളം നീ എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലേ അത് നീ തുറന്ന് പറയണം, അതെന്നാണെങ്കിലും. അല്ലെങ്കിലേ എനിക്കത് ഒരു ദിവസം കേട്ട് കഴിയുമ്പം ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് വീണ്ടും വെപ്രാളമാവുകയാണ് കേട്ടോ. കാരണം കള്ളം മാത്രം മുതൽക്കൂട്ടാക്കി കൊണ്ട് നടക്കുന്ന നമ്മുടെ ശ്രുതിയോടാണ് ശ്രുതി ഇതൊക്കെ പറയുന്നതെന്ന് ഓർത്തോണം. എന്നിട്ടും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, നിന്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത എന്തൊക്കെയോ പലതും നടക്കുന്നുണ്ട്. നീ എന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ പൊന്നു ശ്രുതി, അപ്പോൾ ശ്രുതിക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? ശ്രുതിക്ക് വേണ്ടി ഇത്രയും ദൂരമൊക്കെ പോയി ഞാൻ മേടിച്ചോണ്ട് വന്നല്ലേ, എന്നെ പറഞ്ഞാൽ മതിയല്ലോ. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയല്ലേ ഞാൻ പറയാതിരുന്നത്. ശ്രുതിക്ക് സംശയം. എന്താ ശ്രുതി ഇത്? അല്ല, നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടില്ലായിരുന്നു. ആഹാ, ഇതെന്തൊക്കെയാ നീ പറയുന്നത്? എന്താ ശ്രുതി? നീയെ ഇത്ര ദേഷ്യപ്പെടുന്നത് എന്തിനാ? കള്ളം പറയുന്നത് കൊണ്ടല്ലേ നീ ദേഷ്യപ്പെടുന്നത്? എൻ്റെ പൊന്നു ശ്രുതി, കള്ളം പറഞ്ഞിട്ട് ഞാൻ എവിടെ പോകാനാ? എടി, ആ ബെസ്റ്റ് കപ്പിൾസിൽ തിരഞ്ഞെടുക്കാനുള്ള കോമ്പറ്റീഷനിൽ ആ കപ്പിൾസ് പറഞ്ഞതുപോലെ നമുക്കിടയിൽ എന്തോ രഹസ്യമുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അല്ല, എനിക്ക് വേറെ അഫെയർ വല്ലതും ഉണ്ടെന്നാണോ ശ്രുതിക്ക് തോന്നുന്നത്? ഞാൻ അങ്ങനെ പറയുന്നില്ല. അതല്ലാതെ വേറെ എന്തോ പ്രധാനപ്പെട്ട വിഷയം നീ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങുക. അതെന്താണെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ അങ്ങനെ ഒരു വിഷയം ഇല്ല, പ്ലീസ് ഞാൻ കാല് പിടിക്കാൻ ശ്രുതി, അങ്ങനെ ഒരു വിഷയം ഇല്ല. ഇനി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു കുറെ കള്ളക്കരച്ചിലും. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ ശ്രുതി അങ്ങ് വിശ്വസിക്കുകയാണ്. ലാസ്റ്റ് നമ്മുടെ ശ്രുതിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മീരനെ വിളിച്ച് ചുമ്മാ അഭിനയിച്ച് കോള് നടത്തുകയാണ്. എന്താണെന്നറിയാമോ? എൻ്റെ പൊന്നു സ്വാമിജി, ദേ എന്നെ മനസ്സിലായോ? എൻ്റെ പേരാണ് ശ്രുതി, ഞാനവിടെ വന്നിരുന്നു ഒരു രുദ്രാക്ഷമാല മേടിക്കാനായിട്ട്.
നമ്മുടെ മീരയ്ക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. മീര മറുഭാഗത്ത് നിന്ന് ഹലോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ദേ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ കൊടുക്കാം, ഒന്ന് സംസാരിക്കണം കേട്ടോ, എൻ്റെ ഹസ്ബൻഡിനോട് ഞാനവിടെ വന്നെന്ന് എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു അയ്യോ വേണ്ട 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 എനിക്ക് ഫോൺ വേണ്ട, ഇതേ അതൊന്നും ശരിയല്ല ശ്രുതി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ആ ഫോൺ മേടിക്കുന്നുമില്ല. ശ്രുതിക്കറിയാം ശ്രുതിയുടെ സ്വഭാവം, ആ ഫോൺ മേടിക്കത്തില്ല എന്ന്. അതുകൊണ്ടാണ് അത്ര ധൈര്യമായിട്ട് നമ്മുടെ ശ്രുതി എന്ത് ചെയ്തത് ശ്രുതിനെ അതായത് മീരനെ കോണ്ടാക്ട് ചെയ്തിട്ട് സാമിജിയാണെന്ന് വരുത്തി തീർത്ത് ശ്രുതിയുടെ കൈ കൊടുക്കാനൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇത് ക്രിയേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് വിശ്വാസമാവുമല്ലോ. എന്താണ് ബുദ്ധി, അതിബുദ്ധി ആപത്താണ് എന്ന് നമ്മുടെ ശ്രുതി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സീൻ അവിടെ തീരാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരത്തിനെയാണ്. അപ്പം ശരത്തിനെ കുറച്ച് പോലീസ് പൊക്കാണ് കേട്ടോ. അപ്പൊ ചെക്കിങ്ങിനിടയിൽ നമ്മുടെ ശരത്തിനെ പോലീസ് പൊക്കുന്നത്, ശരത്തിന്റെ കയ്യിൽ മദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് പൊക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇത് കാണുക. അപ്പം സച്ചി ഇത് കാണുമ്പോഴത്തേക്കും എന്റെ ദൈവം ശരത്താണല്ലോ എന്ന്. ഏതായാലും ഈ സമയത്ത് പോലീസ് ആണെങ്കിൽ നമ്മുടെ ശരത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. 3 കുപ്പി അങ്ങാണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ കുടിച്ചിട്ടുണ്ടോ എന്ന് പോലീസുകാർ ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല, ഊതി നോക്കിക്കോ, ഞാൻ കുടിച്ചിട്ടില്ല, പിന്നെ ഞാൻ ഈ ഒരു മദ്യം കൊണ്ടുപോകുന്നത് വേറെ ഒന്നിനുമല്ല, ഒരു പാർട്ടിക്ക് വേണ്ടിയാ. അല്ല, ഒരു നിശ്ചിത അളവിലേ ഇത് കൊണ്ടുപോകാവുള്ളൂ എന്ന ഒരു ഇതുണ്ട്. ആ അളവിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. അല്ല, ഈ മദ്യം കൊണ്ടുപോകുന്നതിന് കുഴപ്പം എന്താ? എടാ നീ കോളേജിൽ പഠിക്കുന്ന പയ്യനല്ലേ എടാ, പകല് കുപ്പി മേടിച്ച് ബീറും മേടിച്ചിട്ട് പാർട്ടിക്ക് പോകുന്നോ? അത് കുറ്റകരമാണെന്ന് നിനക്ക് അറിയത്തില്ലേ? സാറേ ഇത് വേറെ ആരോടെങ്കിലും പറ, ആദ്യം ഇദ്ദേഹം കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് എന്നും പറഞ്ഞ് ആ പോലീസുകാരനോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അപ്പോഴത്തേക്കും ആ പോലീസുകാരൻ പറഞ്ഞു നീ ആരോടാണ് സംസാരിക്കുന്നത്? പോലീസുകാരൻ കുടിച്ചോന്ന് ചോദിക്കാൻ നിനക്ക് നാണം ഉണ്ടോടാ? അതെ, അഹങ്കാരം സംസാരിച്ച തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞേക്കാം. ദേ നീ എന്താടാ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വന്നപ്പോഴത്തേക്കും ദേ ഇവനെ വെറും പോക്രി തന്നെയാണ് സാറേ, ഇവന് ഇങ്ങനെയൊക്കെ തന്നെയാ, ഇവനോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ലോക പോക്രി എന്നിങ്ങനെ സച്ചി നമ്മുടെ പോലീസുകാരനോട് പറയാണ്. അപ്പോഴത്തേക്കും ശരത്ത് സച്ചിനെ നോക്കിയിട്ട് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൊണ്ടല്ല, ഇങ്ങനെ നോക്കി ദേഷ്യപ്പെട്ടിട്ട് എൻ്റെ കയ്യിൽ ലൈസൻസ് ഒക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ കുടിക്കാറില്ല സാറേ, പിന്നെ മുക്കുടിയനൊന്നും അല്ല ഞാൻ മറ്റു കുടിയന്മാരെ പോലെ, രാവും പകലും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാറൊന്നും ഇല്ല എന്ന് സച്ചിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ആദ്യം ഇങ്ങനെയാ സാറേ, 2-3 തുടങ്ങും, പിന്നെ 1 മാസമാകും, പിന്നെ 365 ദിവസമാകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു ചിലരൊക്കെ അനുഭവത്തിൽ നിന്നാ സാറേ പറയുന്നത്, അതാ ഇയാൾ ഇങ്ങനെ പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു സാറേ മദ്യം കുടിച്ചിട്ട് ഉണ്ടാകുന്ന കഥകളൊക്കെ കേട്ടിട്ടില്ലേ സാറേ, അതുപോലെയാ, ഒരു തുള്ളി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതില്ലാതെ പറ്റാണ്ട് വരും. അപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് പറഞ്ഞു സാറേ കാർ ഡ്രൈവറിനോട് പ്രൊഫസറെ പോലെ ക്ലാസ് എടുക്കരുതെന്ന് പറ സാറേ എന്ന്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ ആ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഭയങ്കര തർക്കം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകൾ വെച്ച് സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പോലീസുകാരൻ ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടും കൂടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അതെ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശരത്ത് പറഞ്ഞു അതെ എനിക്ക് പോകണം സാറേ, ഇത്രയും മദ്യം കൊണ്ടുപോകുന്നത് തെറ്റൊന്നും അല്ലെന്ന് എനിക്കറിയാം, നിയമപരമായിട്ട് നിങ്ങൾക്ക് ശിക്ഷിക്കാനും പറ്റില്ല, പിന്നെ ഞാൻ കുടിച്ചിട്ടുമില്ല, എനിക്ക് ലൈസൻസും ഉണ്ട്, വേറെ ഒരു പ്രശ്നമില്ല, ബുക്കും പേപ്പറും എല്ലാം ഉണ്ട്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുമോ സാറ്, എന്നെ ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞു വിട്, അല്ല പറഞ്ഞു വിടുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പാർട്ടിക്ക് പോകാമായിരുന്നു, അല്ലാതെ എന്നെ ഇവിടെ തടഞ്ഞു വെക്കുന്നത് സാറേ അത് ശരിയല്ലെന്ന്. ഇപ്പം ശരത്ത് പറഞ്ഞത് ശരിയാണ്, ഒരു നിശ്ചിത അളവിൽ മദ്യം കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് കുറ്റകരമൊന്നുമല്ല. അപ്പം പോലീസുകാരും പറഞ്ഞു ഇപ്പം നീ രക്ഷപ്പെട്ടു, നിന്റെ നാക്ക് നീ കുറച്ചോ, അല്ലെങ്കിലേ എന്തെങ്കിലും നിന്നെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും ഞാൻ, കേട്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശരത്ത് സച്ചിനെ ഒന്ന് നോക്കി ഇങ്ങനെ പേടിപ്പിച്ചിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ പോലീസുകാരൻ പറയുന്നുണ്ട് നീ പോകുന്നതൊക്കെ കൊള്ളാൻ കേട്ടോടാ ശരത്തെ, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ സച്ചി പറയുന്നത് പോലെ പല കാര്യങ്ങളും നടക്കും, അത് നീ നോക്കിക്കോ, അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും. അല്ല സച്ചി നിനക്ക് ഇവനെ അറിയാമോ എന്നും കൂടെ ചോദിക്കുന്നത്. അപ്പൊ സച്ചി പറഞ്ഞു എനിക്ക് നേരത്തെ അറിയാമെന്ന്, എനിക്ക് ഇപ്പം അറിയത്തില്ല, നേരത്തെ എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും പോ എന്ന് പറയാം. അപ്പൊ ശരത്തിന്റെ നാക്കൊന്നും വലിയ കാര്യമായിട്ട് പോലീസുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, അതുപോലെ നാക്കാം. അപ്പൊ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി നശിക്കാനായിട്ട് നടക്കുക എന്നിങ്ങനെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചിയും നേരെ വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധിയുടെ ഷോപ്പാണ്. അപ്പോൾ സുധിയുടെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. സാറേ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ടോ അത് കാണിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി പോയി ഇങ്ങനെ പരിചയപ്പെടുത്തുക.
അങ്ങനെ ആ കസ്റ്റമറിനെ ഓരോന്ന് പരിചയപ്പെടുത്തുന്ന സമയത്താണ് സുധി നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് ഫ്രിഡ്ജൊക്കെ തുറക്കുന്നു, വാഷിംഗ് മെഷീനൊക്കെ തുറക്കുന്നു, ഒരു മസിൽ പിടിച്ച ഒരാൾ. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പോയിട്ട് അല്ല സാർ, സാറിന് എന്താ വേണ്ടത് എന്നിങ്ങനെ സുധി ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒന്നും വേണ്ട. അല്ല പിന്നെ സാർ എന്താ ഇതൊക്കെ നോക്കുന്നത്? ഷോ, ഞാൻ മേടിക്കാനാണ് നോക്കുന്നത്, എൻ്റെ വീട്ടിൽ ഈ സാധനമൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാ എനിക്കിതൊന്നും വേണ്ട, എനിക്ക് വേറൊരു കാര്യം വേണം. താൻ സുധിയല്ലേ? ആ അതെ, ഞാൻ സുധിയാണ്. ആ എങ്കിലേ ഇന്നാ ഒരു ലെറ്റർ, ഈ ലെറ്റർ തനിക്ക് തരാൻ വേണ്ടിയാ ഞാൻ വന്നത്. ലെറ്ററോ? ഈ ലെറ്റർ എനിക്കെന്തിനാ എന്ന് പറഞ്ഞ് സുധി അത് മേടിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഫ്രെമും ടൂ ഒന്നുമില്ല. അപ്പോഴത്തേക്കും സുധി ചോദിച്ചു, അല്ല ഇതിനകത്ത് ഫ്രെമും ടൂ ഒന്നും ഇല്ലല്ലോ, പിന്നെ ഇത് ആർക്കുള്ളതാ? എനിക്കുള്ളത് തന്നെയാണോ? അതെ. ദേ ഫ്രെമ്മ് ഞാൻ, ടൂ നിങ്ങൾ, പോരെ, ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് തന്നെ. ദേ ഏതായാലും ഇത് വായിച്ചു നോക്ക് സാർ എന്നും പറഞ്ഞ് അത് കൊടുത്തു. ഏതായാലും നമ്മുടെ സുധി അത് പൊട്ടിച്ച് വായിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുധി പറയുന്നുണ്ട്, ഇതെന്തിനാ ഞാൻ പൊട്ടിച്ച് വായിക്കുന്നത് ഇപ്പം? അല്ല ഞാൻ എന്തിനാ ഇതിപ്പോൾ പൊട്ടിച്ച് വായിക്കണം? തന്നോടല്ലേടോ വായിക്കാൻ പറഞ്ഞത് എന്ന് അയാൾ ചോദിച്ചപ്പം, ഓഹോ താൻ എന്താ എന്നെ പേടിപ്പിക്കുന്നത്? തനിക്കെന്താ ഒരു ഭീഷണിയുടെ സ്വരം? ദേ താൻ പേടിപ്പിച്ച് എന്നോട് സംസാരിക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, പേടിപ്പിക്കൂടോ, തന്നെ ഞാൻ പേടിപ്പിക്കും എന്ന് അയാൾ പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ നിന്നൊരു സ്റ്റാഫ് വന്നിട്ട് ചോദ്യം ചെയ്യാണ്, അയ്യോ സാറേ എന്താ പറ്റിയത്? ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോഴത്തേക്കും ആ സ്റ്റാഫിനെ പറഞ്ഞ് ഓടിച്ചു വിടുവാണ് കേട്ടോ. നിങ്ങൾ പോകുന്നുണ്ടോ? നിങ്ങളോട് ആരാ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ? ഇവിടെ പല പ്രശ്നങ്ങളും നടക്കും, നിങ്ങൾ നിങ്ങളുടെ പണി പോയി നോക്കുമെന്ന് പറഞ്ഞ് സുധി പേടിപ്പിക്കുന്നു. അപ്പോൾ ആ സ്റ്റാഫ് അങ്ങ് പോയി. ആ സമയത്ത് ആ ലെറ്റർ കൊണ്ടുവന്ന് അയാളും അങ്ങ് പോവുകയാണ്. അയാളെയും കാണുന്നില്ല. ഏതായാലും നമ്മുടെ സുധി അത് പൊട്ടിച്ച് വായിച്ച് നോക്കുന്ന സീൻ കാണിച്ചിട്ടില്ല. കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അലീനയുടെ വിശേഷമായിട്ട് ഇപ്പോൾ റിയൽ സ്റ്റോറിയിൽ വരാട്ടോ. അപ്പോൾ എല്ലാവർക്കും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.